ഈ സീസൺ IPL-ലെ 47ാം മത്സരം ഇന്ന് നടക്കാൻ പോകുമ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 10-9 സ്ഥാനത്ത് 7 പരാജയവും 2 വിജയവും 4 പോയിന്റുമായി ചെന്നൈ, രാജസ്ഥാൻ തുടങ്ങി 2 പേരാണ് നിൽക്കുന്നത്. ഇനി 14 പോയിന്റിലേക്ക് മാത്രം ഇവർക്ക് എത്താൻ പറ്റുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു 14 പോയിന്റ് ക്വാളിഫിക്കേഷൻ ഓപ്പണായി വന്നാൽ മാത്രമേ ഇവർക്ക് ഇനി സാധ്യതയുള്ളൂ. ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഒറ്റ ഗെയിം തോറ്റാൽ തന്നെ ഇവർ ടെക്നിക്കലി ടൂർണമെന്റിന് പുറത്താണ്. 8ാം സ്ഥാനത്ത് 6 പോയിന്റുമായി ഹൈദരാബാദാണ് നിൽക്കുന്നത്. ടൂർണമെന്റിലെ ഏറ്റവും മോശം 2ാമത്തെ റൺ റേറ്റ് ഇവർക്കുള്ളപ്പോൾ ശേഷിക്കുന്ന 5 മത്സരങ്ങളിൽ റൺ റേറ്റ് മെച്ചപ്പെടുത്തി 5 വിജയങ്ങളാണ് ഇവർക്ക് വേണ്ടത്. ഒരു ഗെയിം തോറ്റാൽ തന്നെ ടീമിന്റെ സാധ്യത ഏറെക്കുറെ അവസാനിക്കും. 7ാം സ്ഥാനത്ത് 9 മത്സരത്തിൽ 3 വിജയവും 1 നോ റിസൾട്ടും 7 പോയിന്റുമായി കൊൽക്കത്തയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മഴ വന്നതുകൊണ്ട് കൊൽക്കത്ത രക്ഷപ്പെട്ടതുപോലെ തന്നെയാണ് മത്സരം കണ്ടപ്പോൾ തോന്നിച്ചത്. പക്ഷേ ആ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് ബെനിഫിറ്റ് തന്നെയാണ്. ശേഷിക്കുന്ന 5-ൽ 5ഉം വിജയിച്ചാൽ റൺ റേറ്റ് പോലും നോക്കാതെ കൊൽക്കത്തയ്ക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും. കാരണം ഇവർ 17 പോയിന്റിലേക്കായിരിക്കും അപ്പോൾ എത്തുക. 6ാം സ്ഥാനത്ത് 10 പോയിന്റുമായി LSG ആണ് നിൽക്കുന്നത്. ടോപ്പിൽ നിൽക്കുന്ന ടീമുകളിൽ റൺ റേറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു ടീം ലക്നൌ ആണ്. ഇവർക്ക് 4 മത്സരങ്ങൾ ഇനി ശേഷിക്കുമ്പോൾ അതിൽ 3 വിജയമാണ് LSGയുടെ ഇക്വേഷൻ. ഇനിയൊരു മത്സരം തന്നെ തോറ്റാൽ കാര്യങ്ങൾ ശരിക്കും ടൈറ്റ് ആകും. 5ാം സ്ഥാനത്ത് 9 മത്സരത്തിൽ 5 വിജയവും 1 നോ റിസൾട്ടും 11 പോയിന്റുമായി പഞ്ചാബാണ് നിൽക്കുന്നത്. വിജയസാധ്യത കൂടുതലുണ്ടായിരുന്ന ഒരു മത്സരമാണ് മഴ മൂലം കഴിഞ്ഞ ദിവസം ഇവർക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ അത് കൊൽക്കത്തയെ പോലെ തന്നെ ഇവർക്കും ബെനിഫിറ്റ് നൽകുന്നുണ്ട്. കാരണം ഇനിയുള്ള 5-ൽ 3 മത്സരങ്ങൾ ഇവർ ജയിച്ചാൽ 17 പോയിന്റിലേക്ക് പഞ്ചാബിനെത്താൻ സാധിക്കും. ഒരിക്കലും ടോപ്പ് 4 ടീംസ് 18 പോയിന്റ് നേടില്ല. അതുകൊണ്ട് റൺ റേറ്റ് നോക്കാതെ വിജയത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ 17 പോയിന്റ് കൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. 4 മുതൽ 2 വരെ സ്ഥാനത്ത് 12 പോയിന്റുമായി ഡൽഹി, മുംബൈ, ഗുജറാത്ത് തുടങ്ങി 3 പേരാണ് നിൽക്കുന്നത്. ഈ 3 പേർക്കും നല്ല റൺ റേറ്റ് ഉണ്ട്. ഇതിൽ മുംബൈ 10 മത്സരങ്ങളും ഡൽഹി 9 മത്സരങ്ങളും ഗുജറാത്ത് 8 മത്സരങ്ങളും മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഇന്ന് GT വിജയിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പ്ലേ ഓഫ് ഇവർ ഉറപ്പിക്കും. ശേഷിക്കുന്ന മത്സരങ്ങളിൽ 2 വിജയമാണ് ഈ 3 ടീമുകൾക്കും വേണ്ടത്. എന്നാൽ ഈ 3 പേരും തമ്മിൽ ഓരോ ക്രോസ് മത്സരം ഇനി വരുമ്പോൾ അതിൽ വിജയിക്കുന്നവർക്കായിരിക്കും അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്. തുടർച്ചയായി 5 മത്സരങ്ങൾ വിജയിച്ചു നിൽക്കുന്ന മുംബൈ ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 3 ടോപ്പ് ടീംസിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. ബോട്ടം ടേബിളിലുള്ള രാജസ്ഥാൻ മാത്രമാണ് വീക്കായ ഒപ്പോണന്റ്. സോ ഏറ്റവും ടൈറ്റായ മത്സരങ്ങൾ വരാൻ പോകുന്നത് മുംബൈക്കായിരിക്കും. 1ാം സ്ഥാനത്ത് 14 പോയിന്റുമായി RCB ആണ് നിൽക്കുന്നത്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ വെറും 1 വിജയം മാത്രം ഇവരെ പ്ലേ ഓഫിലെത്തിക്കും. ക്വാളിഫയർ 1 കളിക്കാനുള്ള ശ്രമമായിരിക്കും RCB ഇനി നടത്താൻ പോകുന്നത്.